ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഗോവ വിട്ടു, അതായത് ഗോവ ഇന്ന് വിട്ടു. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എത്തി, അതായത് മഹാരാഷ്ട്ര കയറി. ഈ റോഡൊക്കെ കുറച്ച് മോശമെന്നല്ല, നല്ല അഡ്വഞ്ചർ കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, നാളത്തേക്ക് കുറച്ച് മോശമായിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ മഹാരാഷ്ട്ര പോകണം. അതിൻ്റെ മുമ്പ് നമുക്ക് വിശക്കുണ്ട്, വല്ല ചായ വല്ലതും കുടിക്കാച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കട നോക്കിയിട്ട് ചായ കുടിച്ചിട്ട് പോകാല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. ഹോട്ടലിൽ കയറിയിട്ട് ഒരു 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചു ഞങ്ങൾ. അപ്പോഴാണ് ഒരു ചെറിയ സീന്. ഏകദേശം ആ ഒരു ബെഞ്ചിലിരിക്കണ ടീംസ് ഉണ്ടായിരുന്നു, ഒരു 7-8 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ നല്ല വാച്ചിങ് ആയിരുന്നു. അവർ വാച്ചിങ് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്, അപ്പോൾ നല്ല ക്ലീനായിട്ട് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഞങ്ങളുടെ റെഡ്ബിയുടെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾ മലയാളി ആയതുകൊണ്ടാണ് ഞങ്ങളെ കളിയൊക്കെ ആയിരുന്നു. അതേപോലെ ഞങ്ങളുടെ വണ്ടി റെഡ്ബീനെ കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് അടുത്തതിൽ കാണുന്ന അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാം കേട്ടോ. നമ്മൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. അതേപോലെ ആൾ മലയാളിയാണ്, അതായത് ഈ ഹോട്ടലിൻ്റെ ഓണർ മലയാളിയാണ്. അപ്പോൾ അയാൾ വണ്ടി കണ്ടപ്പോഴാണ് ചോദിച്ച് അപ്പോൾ സ്ഥലം ഇവിടെ. മൂപ്പര് കണ്ണൂരാണ് സ്ഥലം. അതേപോലെ മൂപ്പര് നമുക്ക് വെള്ളമൊക്കെ തന്നു കേട്ടോ. നമ്മുടെ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെള്ളം നിറച്ചൊക്കെ തന്നു. വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളത്തെ കാര്യം മറക്കണ്ട. ഇനി എവിടുന്ന പണി കിട്ടുകയെന്ന് അറിയില്ല. ഇന്നോവക്കാർ ഞങ്ങളെ തന്നെ വാച്ച് ചെയ്തിട്ട് ഇവിടെ കൂടെ 2-3 വട്ടം റൗണ്ട് അടിച്ചിരുന്നു. ലെഫ്റ്റും റൈറ്റും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് മൂവ് ചെയ്യാണ്. നമുക്ക് മറ്റേ 5-8 പേരെ അടിച്ച് സ്ലോ മോഷനിൽ നടക്കാനൊന്നും അറിയില്ല, പക്ഷേ വേണ്ടി വന്നാൽ ശ്രമിച്ചു നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം അല്ലേ. നമുക്ക് ഇനി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. നമ്മളിപ്പോൾ നേരെ മുംബൈക്കുള്ള, അതായത് മഹാരാഷ്ട്രക്ക് ഉള്ള ഇതിലാണ് കേട്ടോ, ഹൈവേയിലാണ്. ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് 100% ഷുവറാണ് ഇവിടെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ വി ആർ വെയിറ്റിംഗ്. ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്യുക, അതിന് ഫേസ് ചെയ്യുക, അല്ലാതെ വേറെ എന്താ. അപ്പോൾ എന്തായാലും പ്രോബ്ലം ഉണ്ടാവും എന്നുള്ള ഷുവറാണ്, 100% ഷുവറാണ്. ഇപ്പം ഞാനൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്റ്റാലിയനൊന്ന് ഓടിക്കാൻ എന്താണ്, അതായത് മാറി ഓടിക്കാനുള്ള ഇതിൽ ഇരുന്നാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ വണ്ടി സൈഡാക്കി. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടി സൈഡാക്കി പറഞ്ഞാൽ തന്നെ നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ നാട് പോലുള്ള ഒരു കേരളത്തിൽ നിന്നൊക്കെ വന്നവർക്ക്. നമ്മുടെ നാട്ടിൽ കൂടെ ഒന്നും വണ്ടികൾ, അതായത് മഹാരാഷ്ട്രയാവട്ടെ, കർണാടകയാവട്ടെ, ഗോവയാവട്ടെ, നമ്മുടെ നാട്ടിൽ കൂടെ തമിഴ്നാട്ടിലത്തെ ഏത് വണ്ടി പോയാലും നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെയല്ല. നമ്മുടെ വണ്ടി, നമ്മുടെ ലഗേജ്, നമ്മുടെ നമ്പർ പ്ലേറ്റ്, അതേപോലെ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ എഴുതിയിരുന്നു, ഞങ്ങളെങ്ങനെ ലുക്ക്, എല്ലാം ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ പാസ് ചെയ്യണ നേരത്തെ അവർ നോക്കി വയ്ക്കും. അതും അവർ നോക്കിക്കൊണ്ടേയിരിക്കും, ഫുള്ള് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ സീനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെന്തായാലും അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കുറച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇന്ന് എത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഇന്ന് അറിയില്ല. എന്താവും ഇന്നത്തെ നൈറ്റിൻ്റെ അവസ്ഥ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയോക്കാം. നമുക്ക് ചെറിയ വണ്ടി എടുക്കട്ടെ, ഞാൻ ബാക്കിലിരിക്കാം. എടുക്കട്ടെ, ഓക്കെ കേട്ടെ. അപ്പോൾ നമുക്ക് പോവാട്ടോ. നമുക്ക് ഇനിയൊന്നും നോക്കണ്ട, നേരെ വിടാനി ഗൈസ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എത്തി. വണ്ടിയുടെ ക്യാൻ 2 പോയിട്ടോ. അതായത് ഒന്ന് വാട്ടർ ക്യാൻ ഉണ്ടായിരുന്നു, അതേപോലെ പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു. 2 ക്യാനും ലീക്ക് ഉണ്ട്. യാ, ഐ എം അർജുൻ. 19. അപ്പോൾ ക്യാൻ ഉണ്ട്, ക്യാനിൽ ലീക്കാണ്. അപ്പോൾ 2 ക്യാൻ ലീക്കാണ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ടാണ്. उमर तुम्हारा ഓക്കെ
19, 9. Yeah, same age. How much I am age? 34, 42. 42. 42 complete January. ആ ഓഹോ. Bike ko kakmar. അപ്പോൾ ഇവർ ഞങ്ങളെ കണ്ടു, ഞങ്ങളെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വന്നിട്ട് പെട്രോളിൻ്റെ ഇതിൻ്റെ ക്യാന് തരാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു രസം എന്താ വെച്ചാൽ മൂപ്പര് ഇവിടുത്തെ MLA ആണ്. അപ്പോൾ അതാണ് വേറെ രസം കേട്ടോ. മൂപ്പര് ഇവിടുത്തെ MLA ആണ്. ഇതാണ് അങ്ങേരുടെ വീട്. ഇതും അങ്ങേരുടെ വീടാണ്, അതേപോലെ ഇതും അവരുടെ വീടാണ്. അപ്പോൾ വലിയ ആശ്വാസം കേട്ടോ. കാരണം ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്ന ഇല്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും പെട്ടായിരുന്നു, കാരണം ഹൈവേയിൽ ഇട്ടിട്ടായിരുന്നു ഇതായിരുന്നു. 3 countries. 3 देश फिरतात आणि 29 नंतर 29 स्टेट फिरतात. एक केरळाचे तिकडची 2 कॅने घेऊन यायची पटकन, त्यांची टाकी लिकेज झाली ती അപ്പോൾ ഞങ്ങൾക്ക് 2 ക്യാന് തരാനാണ് കേട്ടോ മൂപ്പര് പറയണത്. नंतर वाच. ഇപ്പം എന്താ വെച്ചാൽ അത്യാവശ്യം ഭാഷയൊക്കെ പഠിച്ചു. Sister, she is my wife. ആ ഓക്കെ. Is my son. അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി, ഇത് അവരുടെ വീടാണ്. കണ്ട കൊട്ടാരം പോലെ ഉണ്ട് കേട്ടോ. 29 state travel no and start your start journey 3 days week. Start to Kerala. ഓ 5 days ago. 4 days back. Start to Kerala. Yeah. And going to Kashmir. Everywhere, full India. 2 कॅना थंय ठेवलेली आहेत हेशीत. उघडा डोळे बघा नीट. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, അങ്ങേര് ഇവിടുത്തെ MLA ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഒരു രസം. വഴിയിൽ ഞങ്ങളെ കണ്ടു, ഞങ്ങൾ പെട്ട് കിടക്കണ കണ്ടു. അപ്പോൾ ഞങ്ങൾ ക്യാന് ലീക്കായി, ഫസ്റ്റ് വാട്ടർ ക്യാൻ ലീക്കായപ്പോൾ ഞങ്ങൾ ഒരു വലിയ കുപ്പി ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അതിക്കാക്കി വെള്ളം. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് പെട്രോൾ ക്യാൻ ലീക്കായത്. ശരിക്കും ആകെപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നൊക്കെ പറയില്ല, അതാണിത്. കാരണം ഞങ്ങൾ ഹൈവേയിലായിരുന്നു. ഹൈവേയിൽ അവിടെ ഒന്നും ഒരു കുഞ്ഞും കൂടി ഇല്ല, കാരണം ഒരു വീടും കൂടി ഇല്ല അടുത്ത്. ആ ഒരു ഇതിലാണ്. മൂപ്പര് പറഞ്ഞു പേടിക്കണ്ട. മൂപ്പര് വേറൊരു രസം എന്താ വെച്ചാൽ മൂപ്പര് ഇന്ത്യ മൊത്തം കവർ ചെയ്ത ആളാണ് കേട്ടോ. അതായത് ബസ്, ട്രെയിന്, അതേപോലെ കാറ്, പ്ലെയിന് ഉള്ളതിലൊക്കെ, അതായത് ട്രാവലിങ് എന്നതിൽ ഇന്ത്യ മൊത്തം കവർ ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും മൂപ്പര് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ആരും അധികം ചെയ്യാത്ത ഒരാളാണ്. ഇത് മൂപ്പരുടെ വീടാണ്, ഇത് മൂപ്പരുടെ ഫുള്ള് വീടാണ്, അതേപോലെ ഇത് മൂപ്പരുടെ വീടാണ്. അത് സംഭവം കൊള്ളാറുണ്ട്. ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ശരിക്കും ഈ എന്താ ദൈവം വന്ന് കൈ പിടിക്കുക, കൈ താങ്ങി ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ റെഡ് ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ക്യാൻ ഓക്കെ കേട്ടോ, 2 ക്യാൻ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ക്യാനിൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ. പണി തുടങ്ങിയിട്ട് നമുക്ക് വരാം. അപ്പോൾ അവർക്ക് നമ്മുടെ റെഡ് ബീനെ നല്ല ഇഷ്ടമായി കേട്ടോ. കേരള അപ്പോൾ അവർക്ക് കേരള ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ നമ്മുടെ റെഡ് ബീനെ ഭയങ്കര ഇഷ്ടമായി. Kerala, I am 4 time going. Yeah, 4 time. Kerala and I'll send photos. Okay. Rahul and Arjun, breakfast, lunch. Yeah, anyhow? just No. Okay. Go slow. yeah, we Yeah. only 60 to 40. 60 to 40. 40 Very heavy, no? It won't. I like it. You are traveling. I'm only married, no? नहीं तो मैं भी आ सकता था तुम्हें. चला जाता हूँ किसी की धुन में. चला जाता हूँ. അത് പറഞ്ഞത് മറക്കണ്ട കേട്ടോ. Guruvayur. MLA ആണ്. Last December, Guruvayur, Madurai, Pondicherry. Full travel. And Trichur, Trichy, Tiruchirappalli. All complete. Full completed है. Complete. ദിസ് ഫോർ സേഫ് റൈഡിന് വേണ്ടിയിട്ട് അവർ തരണം കേട്ടോ. Palaniswamy. അപ്പോൾ നമ്മളത് നമ്മുടെ ബാഗിൽ വെച്ചു. സേഫാണ്, അതിനൊന്നും ഇവിടുന്ന് എടുക്കാമല്ല, വെള്ളം എടുക്കാണ്ട്. आपका CM. आपका दोस्त है? वो हमारा पॉलिटिकल लीडर है और हम आता जाता है. मैं पहला कांग्रेस, आफ्टर बीजेपी. मगर आपके इधर माकपा बहुत है. सीताराम येचुरी, एबी बर्धन, पूरा है. पूरा कम्युनिस्ट वाला है सर. अच्छा. और केरला अच्छा लगता है. അപ്പോൾ കേരളം പറഞ്ഞ ജീവനാട്ടോ മൂപ്പർക്ക്, അത് വേറെ കാര്യം. I like it. India, second state like Kerala. First JK. Second Kerala. അവർക്ക് സെക്കൻഡ്, അതായത് ഫസ്റ്റ് അവരുടെ നാട് തന്നെയാണ് ഇഷ്ടം, സെക്കൻഡ് നമ്മുടെ കേരളമാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മളിവിടുന്ന് മൂവിങ് ആണ്, എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അവർക്ക് പറ്റണേ കൊണ്ട് ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകണോ ചോദിച്ചു, എന്തെങ്കിലും കുടിക്കണോ ചോദിച്ചു, പക്ഷെ നമുക്ക് ടൈമില്ല, നമുക്ക് പോയേ പറ്റൂ. സോ ബിക്കോസ് വി ആർ ട്രാവലേഴ്സ്. നമുക്ക് മൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളിവിടുന്ന് മൂവ് ചെയ്യാം കേട്ടോ. എന്തായാലും വളരെ നന്ദിയുണ്ട്. आपको कुछ चाहिए
they happy. और कुछ चाहिए? Okay. Thank you so Take much. care. Okay, thank you. You come from this road. You come from this road. Yeah. Coming to Kerala, this road. Keep Pune, Bangalore. Yeah, Pune, okay. Bangalore. Total complete. Pune, Bangalore going to Kerala. Yes. Okay. അപ്പോൾ നമ്മളിവിടുന്ന് പോവാട്ടോ. I'm next year Kerala, your village. Yeah. And which district? പാലക്കാട് ഡിസ്ട്രിക്ട്. Palaghat. പാലക്കാട്. Palaghat. And near railway station, airport. No, actually 40 kilometers from. Nearest airport, Calicut. Calicut. Nearest airport. Okay, okay. I call continue 1 month, 15 days. Yeah, I am continue talking. yeah, okay. Okay. And 15 days after month. Yeah, okay, okay. അപ്പോൾ ഇനി പാലക്കാട്ടേക്ക് വരുന്നുണ്ട് എന്നാട്ടോ പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കും വരണമല്ലോ. അപ്പോൾ ഇനി ഇവർ നമ്മുടെ വീട്ടിലേക്കും വരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മൂവിങ് ചെയ്യാണ്. Okay. You know not come girlfriend? No. No girlfriend. Only bachelor. Only. और girlfriend आती तो बाइक में ड्राइविंग में No, girlfriend. So there is no like freedom. Yeah. No, I have freedom. not freedom. And we are riding with surviving life. Bhutan, Nepal, Tibet and Myanmar. Myanmar and Pakistan. Wagah border Pakistan. Yeah, പാകിസ്ഥാൻ. Okay. ഗേൾ ഫ്രണ്ടിനെയൊക്കെ കൂടുന്ന പട്ടിണി കിടന്ന് ചാവും. Girlfriend നമ്മളോട് ഓക്കെ റെഡി 1 2 3 Bye bye. ബൈ ബൈ. And going to Bombay. യാ ബോംബെ. Chiplun. Yeah. Chiplun after 4 hours Bombay. Bombay, Gujarat, Rajasthan. चिपलून से थोड़ा ब्लॉक करेगा हाँ. और देन बॉम्बे Bombay. देन लाइक दैट अभी हाँ. गुजरात, राजस्थान. लास्ट में J&K कश्मीर. ഓക്കെ. Bye. थैंक यू. WhatsApp hi. നമ്മൾക്ക് വർക്ക്ഷോപ്പ് മുതൽ ഫുഡ് എവിടെ കിട്ടുമെന്ന് വരെ അവർ പറഞ്ഞു തരാം കേട്ടോ. Call me tomorrow. അപ്പോൾ നാളെ വിളിക്കാനാണ് പറയണേ. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും. I am coming next year Kerala, your house. യാ ഓക്കെ ഷുവർ. ഓൾവേസ് വെൽക്കം. You can contact us. We will be there. Okay. क्या ड्रा Yeah, good. Our tour complete how much days? 4 months. 4 months. Yeah. No mummy, no daddy, no sister, no girlfriend. Only India. Only enjoy. Okay, bye bye. Okay, bye. Bye, Kiran, bye, girl. Ta-da. This house is God temple house. Yeah. Okay. Yeah. Okay, bye. Okay, bye. Bye, bye. Bye bye. I'm proud of India. India people. I like So they are India. proud of us. And second state, I like it Kerala. Yeah, thank you. Okay. അപ്പോൾ നമ്മൾ പോകട്ടോ. ഓക്കെ Vanakkam. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലാട്ടോ ഉള്ളത്. ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ എവിടെയാണ് പ്ലേസ് എവിടെയാണ് ഇനി? चिपलून. ഓക്കെ, അവിടേക്ക് ഇനി ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അവിടെയാണ്. അപ്പോൾ നമ്മുടെ റെഡ്ബി ഇതാ ഇരിക്കുന്നുണ്ട്. റെഡ്ബി അവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റാലിയൻ എവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇതാ മരം കണ്ടോ, അവിടെ കുറേ വേഴാമ്പൽ ഇരിക്കുന്നുണ്ട്. കുറേ വേഴാമ്പൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പറഞ്ഞാൽ കുറേ ഉണ്ട്. അതിൽ നിറച്ചുണ്ട് വേഴാമ്പൽ കേട്ടോ. നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളൂ. നിറച്ചുണ്ട്. ഇതാ എനിക്ക് അങ്ങനെ കാണാനുണ്ട്. അതായത് ഇലയിനേക്കാളും കൂടുതലുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ഒരു ബായുടെ കടയിലാട്ടോ. അപ്പോൾ മൂപ്പര് നമുക്ക് എന്തോ സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി തരാവുന്നതാണ്. ഓക്കെ, വടപ്പാവ് ഉണ്ടാക്കി തരാവുന്നതാണ്. ഓക്കെ, ബായുടെ കട ഹൈടെക്കാണ് കണ്ടോ. ലാപ്പ് എല്ലാം ഉണ്ട്. പേടിഎം, ഗൂഗിൾ പേ, ലാപ്പ് എല്ലാം ഉണ്ട്. ഇനി വേണമെങ്കിൽ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമോ? അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഈ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. ഒരു 60 കിലോമീറ്റർ അല്ലേ, അത് ഇന്ന് തന്നെ എത്തിയും. അല്ലാതെ എവിടെ ഇനിയൊരു തങ്ങൽ വേണ്ട വെച്ചിട്ടാണ്. 60-70 കിലോമീറ്റർ അതെന്തായാലും എത്തും. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് 30 ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് നല്ല ജോലിയായിട്ട് റൈഡ് ചെയ്ത് പോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ വടാപ്പാവ്. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നതും കഴിക്കണതും. ഇതിൽ 2 ബ്രെഡ് ഉണ്ട്, അതേപോലെ ഒരു വട ഉണ്ട്, അതേപോലെ എന്തോ ഒരു സാധനം ഉണ്ട്. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ നിറച്ച്, വടയുടെ ഉള്ളിൽ നിറച്ച് കിഴങ്ങും അതേപോലെയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
പൊളി സാധനം കേട്ടോ. ചായ ഗ്ലാസ്സിലേക്ക് വലിക്കുന്ന ഇതാണ് ഇവിടുത്തെ ചായ ഗ്ലാസ് കേട്ടോ. ഇത്രേ ഉള്ളൂ ചായ ഗ്ലാസ്. പക്ഷെ അതൊക്കെ മതി കേട്ടോ. സംഭവം നല്ല നമ്മുടെ അവിടുത്തെ ചായ പോലെ സുഖമായിട്ടുള്ള ചായ അല്ല, നല്ല കട്ടിക്കുള്ള ചായ ഇവിടുന്ന്. അതേപോലെ നല്ല പാലും നല്ല കട്ടിയും കേട്ടോ. കാരണം ഇവിടെ ഫുള്ള് ഫാർമേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കൂടുതലും പാലും ഒക്കെ കാര്യങ്ങളുണ്ടാവും, കൂടുതലുണ്ടാവും. അപ്പോൾ അതേപോലെ മിൽക്ക് ഐറ്റംസും കൂടുതലുണ്ടാവും. സംഭവം ഉഷാറായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല സംഭവം. പറയുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ബ്രെഡ്, വളരെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ ആണ്. പക്ഷേ 2 ടൈപ്പ് കിഴങ്ങുണ്ട്, അതാ യൂസ് ചെയ്തിന്. പക്ഷെ അടിപൊളി കേട്ടോ സാധനം. ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ പോവാം കേട്ടോ. നേരെ പോയിട്ട് നമ്മുടെ റെഡ് ബി എടുത്തിട്ട് നമുക്ക് പോവാം, സ്ഥലം വിടാം. ഹലോ യൂട്യൂബ്. അപ്പോൾ നമ്മളിപ്പോൾ ടെൻ്റൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ആയിട്ടോ. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെത്തി. ഇവിടെ ഞങ്ങളുടെ ബൈക്കർ ഒരു ബ്രദറുണ്ട്. ബ്രദർ പറഞ്ഞാൽ ആൾക്ക് അത്യാവശ്യം ഏജൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ബൈക്കറാണ്, ആളൊരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൾ കേട്ടോ, ഇതാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മൂപ്പരുടെ വീടിൻ്റെ ടെറസിൽ ടെൻറ്റ് കെട്ടി. മൂപ്പര് റൂമും കാര്യങ്ങളൊക്കെ വേണോ ചോദിച്ചു. അപ്പോൾ നമുക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. നമ്മൾ ടെറസ് എന്നാൽ ടെൻറ്റ് കെട്ടിക്കോളാം പറഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ഇവിടെ ടെൻറ്റ് കെട്ടിയിട്ടാണ് ഒക്കെ സെറ്റ്. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹെൽമെറ്റ് സ്റ്റോക്ക് കണ്ടീഷനാക്കി. അത് എല്ലാവരും മറ്റേ ബൈക്ക് സ്റ്റോക്ക് കണ്ടീഷനാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഹെൽമെറ്റൊക്കെ ആദ്യമായിട്ടാവും കേൾക്കണം. ഒന്നും ഈ ലോകത്തിലൊന്നുള്ളൂ, അതാണ് റെയർ പീസാണ്. അപ്പോൾ ഹെൽമെറ്റ്, അതായത് ഇനി നോർത്തേക്ക് പോകുമ്പോൾ ഹൈദരൊക്കെ പറഞ്ഞു കുറച്ച് സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രൂപം മാറ്റണം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതാണ്. അപ്പോൾ ഹൈദരക്ക ആരാന്ന് വെച്ചാൽ നമ്മുടെ പൊതുവേ ബൈക്കേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യണ ആളാണ്. ബൈക്കേഴ്സിനൊക്കെ ട്രാവലേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതായത് നമ്മുടെ മല്ലു ട്രാവലർ, അങ്ങനെ ബൈക്കർ പോയോ അങ്ങനെയുള്ള ആൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് തന്നെയാണ് നമ്മുടെയും റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന്. മൂപ്പരുടെ ഫ്രണ്ടാണ് ഇദ്ദേഹം. അപ്പോൾ ഒക്കെ സെറ്റാണ്. അപ്പോൾ ഹെൽമെറ്റ് സ്റ്റോക്ക് കണ്ടീഷനാക്കി. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഗണ്ണ് ഡിസ്പോസൽ ചെയ്തു, ഹെൽമെറ്റ് സ്റ്റോക്കാക്കി, ഹെൽമെറ്റിൻ്റെ സാധനങ്ങളൊക്കെ കാസർഗോഡേക്ക് അയച്ചു, പാക്കാക്കി അയച്ചു. അപ്പോൾ ഫുള്ള് സെറ്റാണ്. ഇപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ബാക്കി വേറെ വല്ലതും ഇനിയിപ്പോൾ പണി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മറ്റേ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ച് ടീംസ് ഞങ്ങളെ നോട്ട് ചെയ്യും വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു, അതേപോലെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ കിട്ടുകയും ചെയ്തില്ല ഞങ്ങളെ. അപ്പോൾ സേഫായി. ഇത് കണ്ടോ, നമ്മുടെ ഒരു സാധനം മൂവരുടെ കുട്ടി കേട്ടോ. മൂവരുടെ ചെറിയ കുട്ടിയാണ്, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടിയാണ്, അതായത് വലിയ കുട്ടിയിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉറങ്ങുക കേട്ടോ. അതായത് ഇന്ന് ഇനി ഒന്നുമില്ല, ഇനി എഡിറ്റിംഗ് ഒന്നുമില്ല. എഡിറ്റിംഗ് ചെയ്യണം. അതേപോലെ എൻ്റെ കോളേജിലത്തെ കുറച്ച് വർക്ക്സ് ഉണ്ട്, അപ്പോൾ അതും കൂടിയും ചെയ്യണം. അപ്പോൾ അതും കൂടിയും ചെയ്ത് ഫുള്ള് സെറ്റാക്കി കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നാണ് അവിടെ. അപ്പോൾ നാളെ നമുക്ക് മഹാരാഷ്ട്ര ഫുള്ള് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ.